ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് നോക്കിയാലോ. വേസ്റ്റ് ക്ലോത്തിൽ നിന്നും ഈ ഒരു പീസാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലുള്ള ഈ ഒരു ഡിസൈൻ വരുന്ന ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് വേണ്ടത്. അതിലേക്ക് നമുക്കത് ഒട്ടിച്ചെടുക്കണം. നമ്മളിത് ചെയ്തെടുക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് സ്ക്രീനിന് താഴെ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തത് വീണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ വേറെ കുറച്ചെണ്ണം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു പേപ്പറിൽ നിന്നും ഈ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. ചെറിയൊരു അടപ്പ് വെച്ച് അതിനകത്തും വരച്ചെടുത്തു. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്കാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മളത് മുഴുവനായും അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇതുപോലെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ വൂളൻ ത്രെഡ് വെച്ച് അതിലേക്ക് വെച്ചു കൊടുക്കാനുള്ളതാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മളത് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ക്ലോത്തിൽ നിന്ന് ഡിസൈൻ വരുന്ന ഭാഗം കട്ട് ചെയ്തെടുത്ത് അത് വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കോൺ ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചെടുത്തു. കോൺ ഷേപ്പിൽ ഒട്ടിച്ചെടുത്തത് നമ്മൾ ഇതിലേക്കൊന്ന് കോർത്തെടുക്കുകയാണ്. ഇനി നമ്മൾ വൂളൻ ത്രെഡ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിനടിയിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ അത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ചുമരിൽ തൂക്കിയിടാനുള്ളത് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായി ക്ലോത്ത് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോവരുതേ.